ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ലിഡിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ലൈഗോയിലുള്ള ലിഡിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയിട്ട് അവിടെ നിന്ന് വരുന്ന വഴിയാണ് വന്നത്. അപ്പോൾ ജിമ്മിൻ്റെ അടുത്തുള്ള ലിഡിൽ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീക്കെൻഡ് പർച്ചേസിങ് ആണ്. അപ്പോൾ നമ്മൾ ട്രോളിയൊക്കെ എടുത്ത് നമ്മുടെ പർച്ചേസിങ് ഇവിടെ ആരംഭിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിത് ഓഫറുള്ള ഐറ്റംസ് ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടാവുക. അപ്പം നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ എടുക്കാം. അപ്പോൾ അത് ബീൻസ് എടുത്ത്, അപ്പോൾ കുറേ പെട്ടിയൊക്കെ ഓൾറെഡി കാലിയായി ഉണ്ടായിരുന്നു. പിന്നെ ഗ്രേപ്സ് എടുത്തായിരുന്നു, അതുപോലെ ബ്രൊക്കോളിയും കൂടെ എടുത്തായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇതിന് ലിഡിൽ ബേക്കറി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം നമ്മൾ ചില സമയത്ത്, എപ്പോഴും എടുക്കാറില്ല, അത്യാവശ്യം ചില സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ എടുക്കുന്നത് ക്രോയിസൻ്റ് ആണ്. ഇപ്രാവശ്യവും നമ്മൾ അത് വിട്ടൊന്നും പിടിച്ചിട്ടില്ല, ക്രോയിസൻ്റ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അപ്പോൾ ഇവിടെ നമുക്ക് മറ്റേ ടോങ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മളത് കൈ കൊണ്ടെടുത്തത്. ഒന്നും വിചാരിക്കരുത് ഗൈസ്. അപ്പോൾ അതിനുശേഷം ഡോണറ്റ് കണ്ടപ്പോൾ കാണാൻ ലുക്കുള്ള സാധനങ്ങളൊക്കെ എനിക്ക് തിന്നാൻ തോന്നുന്നു ഗൈസ്. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ഡോണറ്റൊക്കെ എടുത്ത് അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഫുൾ പംകിൻസ് വന്നിട്ടുണ്ട്. ഹാലോവീൻ വരാണല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് പല കളറിൽ, പല വലിപ്പത്തിൽ, പല ഡിസൈനിലുള്ള കുറേ പംകിൻസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കോക്കനട്ട് കണ്ടായിരുന്നു. അപ്പോൾ ലിഡിൽ ചില സമയത്ത് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ 79 സെൻറ്റാണ്. അപ്പോൾ നമ്മളൊരു 4-5 നാളികേരം അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആപ്പിൾ എടുത്തു, പിന്നെ പിയർ എടുത്ത്. അപ്പോൾ പിയർ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഗൈസ് ഞാനിവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ പിയർ എടുത്തായിരുന്നു. നല്ല പിയർ ഇവിടെ നിന്നാണ് കിട്ടണേന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ ഗാർലിക്കും ജിഞ്ചറൊക്കെയാണ് ഈ ഒരു സെക്ഷൻ. പിന്നെ ഫുള്ള് ടൊമാറ്റോ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ വീട്ടിലിപ്പോൾ അത്യാവശ്യം കുറേ ടൊമാറ്റോ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടൊമാറ്റോ എടുക്കൽ കുറച്ച് നാളായിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവകാഡോ എടുത്ത്, പിന്നെ ക്യുക്കുംബർ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇതൊരു 2 ആഴ്ചയൊക്കെ നിൽക്കും കേട്ടോ. അത്യാവശ്യം നമ്മൾ കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഹാലോവീൻ്റെ ഇത് സംബന്ധിച്ച് കുറേ വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ ക്യാൻഡീസാണ് അതെല്ലാം. പിന്നെ നമ്മൾ ബ്രെഡ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ ബ്രെഡ് കുറേയൊന്നുമില്ല കേട്ടോ. ബ്രെഡിൻ്റെ ഡേറ്റ് ഏകദേശം ഒരു 3-4 ദിവസത്തിന് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഡേറ്റ് നോക്കി ബ്രെഡ് എടുക്കണതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലവും ഇങ്ങനെ നോക്കി പോവുകയാണ്. അപ്പോൾ കുറേ പിസ്സ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ കാഷ്നട്ടും ആൽമണ്ട്സും ആണ് കേട്ടോ. അവിടെ നമ്മൾ കാഷ്നട്ട് എടുത്തായിരുന്നു. അതിനുശേഷം ഇത് മീറ്റിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊന്നും എടുത്തില്ല. അതിൻ്റെ അപ്പുറത്താണ് ചിക്കൻ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ചിക്കൻ നമ്മളെടുത്തു. ഇതിൻ്റെ പല ചിക്കനാണ് കേട്ടോ. ഇതിൽ ഫ്രീ റേഞ്ച് ചിക്കൻ കോൺഫെഡ് ചിക്കനൊക്കെ ഉണ്ട്. കോൺസ് കൊടുത്തിട്ട് വളർത്തുന്ന ചിക്കൻ ആയതുകൊണ്ടാണ് യെല്ലോ കളറിൽ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ എഗ്ഗും നമ്മളെടുത്തു. ഇവിടെ എഗ്ഗും നമുക്ക് പല ടൈപ്പിലുള്ള എഗ്ഗ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സ്മോള്, ലാർജ്, അതുപോലെ 20 പാക്കറ്റ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഇത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആൽമണ്ട്സ് കണ്ടു. അപ്പോൾ അതെടുത്തു. അതിനുശേഷം ഇത് ഡേറ്റ്സ് ആണ്. അപ്പോൾ നമ്മളവിടെ 3 പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മളെടുത്തായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ പംകിൻ സീഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ സീഡും പംകിൻ സീഡ് അങ്ങനത്തെ സീഡ്സൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ. അതും നമ്മൾ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് പൊട്ടറ്റോ ആണ്. അതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 2 kg ഒക്കെ പാക്കറ്റാണ് കേട്ടോ. ഇത് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്, നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇതും ടർമറിക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ കറക്റ്റ് ആ ഒരു മഞ്ഞളാണ്. അത് നമ്മൾ ഇടയ്ക്ക് എടുക്കാറുണ്ട്. പിന്നെ ഇത് കൊറിയാണ്ടർ ലീവ്സ് ആണ്. ഇത് നമുക്ക് കുഞ്ഞൊരു ചെടിച്ചട്ടി ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ആ ചെടിച്ചട്ടിയുടെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ പിന്നെ നമ്മൾ ജിഞ്ചർ എടുത്തു. അതുപോലെ നമ്മൾ അനിയൻ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഷാലഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് ബെൽ പെപ്പറാണ്. ഞാനത് നല്ല കളറുള്ള ഇത് വേണം, നല്ല റെഡ് കളറുള്ളത് വേണമെന്ന് പറഞ്ഞിട്ട് പറക്കുന്നതാണ് കേട്ടോ. അത് എനിക്ക് അതുകൊണ്ട് ഞാൻ ഒന്ന് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് അതിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഞാൻ നല്ല ചുമന്നത് നോക്കിയെടുത്താണ് കേട്ടോ കണ്ടത്. അതിന് ശേഷം നമ്മൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബനാന, ഇവിടെ നമ്മുടെ ലൂസ് ബനാനയുണ്ട്. അതുപോലെ ഇങ്ങനെ
പാക്കറ്റ് ബനാന ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതെടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പൈനാപ്പിൾ എടുത്തായിരുന്നു. അപ്പോൾ അത് ഒരു 2 പൈനാപ്പിൾ എടുത്തായിരുന്നു. ഒരു 99 സെൻറ്റ് ആ ഒരു റേറ്റിലാണ് കേട്ടോ, അല്ല ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വന്നിട്ട്. പിന്നെ ഒരു ലെമൺ എടുത്തു, അതുപോലെ ഓറഞ്ച് എടുത്തായിരുന്നു. പിന്നെ ഇതൊക്കെ മിഠായികളാണ് കേട്ടോ, ആ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോക്ലേറ്റ്, നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ 74% എടുക്കാറ്. അപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടിയിട്ട് 85% കുറച്ച് നേരം തപ്പി നിന്നിട്ടാണ് കിട്ടിയത്. അങ്ങനെ അതെടുത്തായിരുന്നു. എപ്പോഴും 75% കേട്ടോ എടുക്കാറ്. നെക്സ്റ്റ് ഇത് ചാളയാണ്. നമുക്ക് ടൊമാറ്റോ സോസിൽ ഇട്ട് വെച്ചിട്ടുള്ള ചാള നല്ല രസമാണ് കേട്ടോ. കറി വെച്ചാലും ടേസ്റ്റാണ്, വറുത്താലും നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓയിൽ കുപ്പി എടുത്തായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, സ്ട്രൈറ്റ്നർ, അങ്ങനെ കുറേ അല്ലറ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ നോക്കി പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറേ മിഠായികൾ പുതിയ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ വേറൊരു സാധനം കണ്ടു ഗൈസ്, നാരങ്ങ മിഠായി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നാരങ്ങ മിഠായി ചില്ല് കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുള്ള നാരങ്ങ മിഠായി ഗൈസ്. അപ്പോൾ അതിനുശേഷം കുറേ മിഠായി സെക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ കുറേ, പിന്നെ ഹാലോവിൻ ആയതുകൊണ്ടും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കണ്ടോ. ഇതൊക്കെ ഹാലോവിൻ്റെ കുറേ സംഭവങ്ങളാണ് കേട്ടോ. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള അതിൻ്റെ സ്പെഷ്യൽ മിഠായി സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഫ്രോസൺ ഐറ്റംസ് ആണ്. എന്താ പറയുക, വെജസ്, അതുപോലെ ഫ്രൈസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് കേട്ടോ. അങ്ങനെ ബ്ലൂബെറി നമ്മൾ മെയിനായിട്ടും ഫ്രോസൺ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കാറ്. ഇവിടെയാണ് കുറച്ച് നമുക്ക് റേറ്റ് കുറവിൽ കിട്ടുക. അങ്ങനെ നമ്മൾ കുറച്ച് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് റാസ്ബെറി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. പല വെറൈറ്റി ഓഫ് കുറേ ഐസ്ക്രീമൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ടർക്കിയാണ്. ഇത് നമ്മളങ്ങനെ മേടിക്കാറില്ല. ഇത് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് എല്ലാവരും യൂസ് ചെയ്യും കേട്ടോ. പിന്നെ കുറേ പ്രോൺസും പിന്നെ കുറേ ഐറ്റംസൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത്, പിന്നെ നമ്മൾ ഇത് കണ്ടപ്പോൾ ഇത് പ്രോൺസാണ്. നമ്മൾ കുഞ്ഞി ചെമ്മീൻ നമുക്ക് കിട്ടാറുണ്ട്, അതുപോലെ ഇത് കുറച്ച് വലുതാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഒരു പാക്കറ്റ് എടുത്തായിരുന്നു. പിന്നെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എടുത്ത് നോക്കി. ഇതൊക്കെ നമ്മുടെ എപ്പോഴും ഞാൻ കുറേ പറയുന്നത് ഹാലോവിൻ്റെ തന്നെ സ്പെഷ്യലാണ്. കുറേ ക്ലിപ്പും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ളൊരു മിഠായിയുടെ ബിസ്ക്കറ്റ് മിഠായി, അങ്ങനെ കുറേ എന്തൊക്കെ ഐറ്റംസിൻ്റെ ഒരു സെക്ഷനാണ്. ഇത് നമ്മൾ കുറേ നോക്കിയിട്ട് നമുക്ക് എവിടെ നിന്നും കിട്ടാറില്ല, നമ്മൾ തപ്പാറുണ്ട് കുറേ. ഇത് പിസ്താഷ്യൂൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്തായിരുന്നു. അതുപോലെ ഇത് ദുബായ് ചോക്ലേറ്റ് ആണ്, അത് നമ്മൾ ഒരെണ്ണം എടുത്തായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ എടുത്ത്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി അവിടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു പെട്ടി ഐസ്ക്രീം എടുത്തായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് നമ്മുടെ പരിപ്പാണ്. ഈ പരിപ്പാണ് നമ്മളെപ്പോഴും മേടിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ആ പരിപ്പെടുത്തു. പിന്നെ ഇത് ചായപ്പൊടിയാണ്, അതെടുത്തു. പിന്നെ ചിപ്സ്, എല്ലാ പ്രാവശ്യവും ചിപ്സ് നിർബന്ധമാണ് കേസ്. അങ്ങനെ നമ്മൾ ചിപ്സിൻ്റെ പാക്കറ്റും കൂടെ എടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ വീട്ടിൽ പോവാണ് ഗൈസ്, തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ കവറിലാക്കിയിട്ട് എടുത്തു വെക്കാം കേട്ടോ. കാരണം അല്ലെങ്കിൽ കാറിനകത്ത് വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോന്ന് പറക്കേണ്ടി വരും തണുപ്പത്ത്. അപ്പോൾ നമ്മൾ കവറിൽ ആക്കാണ്. സാധാരണ കവർ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഫുൾ ഇതിലേക്ക് കവറിലേക്ക് ആക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.